എൻ്റെ പേര് നീതു എന്നാണ്. ഞാൻ കോതമംഗലം ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 20/8/2023 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം, ഒരു 6 വർഷം കൊണ്ട് ഞാൻ പുറത്തേക്ക് പോകാൻ നോക്കുമായിരുന്നു. എത്ര എഴുതിയിട്ടും, ഞാൻ ജർമ്മനായിരുന്നു പഠിച്ചത്. എത്ര പ്രാവശ്യം എക്സാം എഴുതി, ഒരു 8 പ്രാവശ്യത്തിൽ കൂടുതൽ ഞാൻ എക്സാം എഴുതി, എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ട്രിപ്പിൾ വിൻ വഴി ജർമ്മനിയിലേക്ക് നേഴ്സുമാരെ എടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞത്. അങ്ങനെ ഞാൻ 2024 ജൂൺ മാസത്തിൽ ഞാൻ ഗോയിത്തേൽ, എറണാകുളം ഗോയിത്തേൽ ജർമ്മൻ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ A1-ൻ്റെ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാനിവിടെ വന്നു, ഉടമ്പടി എടുത്ത് A2-ൻ്റെ എക്സാം ആയപ്പോൾ ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ടു. അച്ഛൻ്റെ ബ്ലെസ്സിങ് ഒക്കെ മേടിച്ചു, എക്സാം എഴുതി, എക്സാം പാസ്സായി. B1-ൻ്റെ എക്സാം ആയപ്പോൾ വീണ്ടും ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ടു, അച്ഛൻ്റെ ബ്ലെസ്സിങ് ഒക്കെ എടുത്തു. ഞാൻ പോയി എക്സാം എഴുതി. 3 മൊഡ്യൂൾ ഞാൻ പാസ്സായി. 1 മൊഡ്യൂൾ എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ 2 പ്രാവശ്യം എക്സാം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛൻ്റെ ധ്യാനം കേട്ടപ്പം ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് അറിഞ്ഞത്. അങ്ങനെ ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ജൂൺ 1-ാം തീയതിക്ക് മുമ്പായിട്ട് എനിക്ക് പോകാൻ പറ്റണം എന്നൊക്കെ പറഞ്ഞ് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാം എന്ന് തീരുമാനിച്ച് ഞാൻ പ്രാർത്ഥിക്കാനിരിക്കും. പക്ഷെ ഞാൻ എപ്പോൾ പ്രാർത്ഥിച്ചാലും ജൂണിൽ നിന്ന് എൻ്റെ വായി വരത്തില്ല, ജനുവരിയിൽ നിന്ന് എൻ്റെ വായി വരുള്ളൂ. അങ്ങനെ ഞാൻ ജനുവരിയിൽ, അങ്ങനെ ഇപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഇനിയിപ്പോൾ ജനുവരിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ ജനുവരിയിലേക്ക് എനിക്ക് പോകാൻ പറ്റണം എന്നും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഈ കഴിഞ്ഞ ഒക്ടോബർ 15-ാം തീയതിയിലെ എക്സാമിന് ഞാൻ പാസ്സായി. എൻ്റെ ജർമ്മനിയിലേക്ക് പോകാനുള്ള എല്ലാ പ്രോസസ്സിങ്ങുകളും പൂർത്തിയായി. അങ്ങനെ എനിക്കൊരു അങ്ങനെ ജർമ്മനിയിലേക്ക് പോകാനായിട്ട് ഈ ജനുവരി മാസം ഞാൻ പോകും. പിന്നെ എനിക്കൊരു അനുഗ്രഹം തന്നതെന്ന് വെച്ചാൽ, എനിക്ക് ഒരു 4 വർഷമായിട്ട് രാത്രി കിടക്കുമ്പോഴൊന്നും കുഴപ്പമില്ല, രാവിലെ നേരം വെളുത്ത് എണീക്കാൻ നേരത്ത് എനിക്ക് എണീക്കാൻ പറ്റത്തില്ല, ഭയങ്കര പുറം വേദന, തിരിയാൻ പറ്റത്തില്ല. എണീറ്റ് കുറച്ച് നേരത്തേക്ക് എനിക്ക് നടക്കുമ്പോൾ ശ്വാസം വിടാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എല്ലാ ദിവസവും ഉടമ്പടി തൈലം പുറത്ത് പുരട്ടി പ്രാർത്ഥിച്ച് കിടക്കുമായിരുന്നു. അങ്ങനെ കുറേ നാളങ്ങനെ ചെയ്തു. ഇപ്പം ആ വേദനയില്ല, പൂർണ്ണമായിട്ട് മാറി. പിന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു. എല്ലാ ദിവസവും കൊന്ത ചെല്ലും, ബൈബിള് വായിക്കും. ഇതിനു മുമ്പ് എനിക്ക് ഞായറാഴ്ച പോലും പള്ളിയിൽ പോകാൻ മടിയായിരുന്നു. പിന്നെ പുണ്യപ്രവൃത്തി ചെയ്തതെന്ന് വെച്ചാൽ, ഞാനൊരു നേഴ്സാണ്. അപ്പം ഹോസ്പിറ്റലിലെ രോഗികളെയൊക്കെ നല്ല രീതിയിൽ ശുശ്രൂഷിക്കും. പിന്നെ എൻ്റെ അടുത്ത് വന്ന് സഹായം ചോദിക്കുന്നവർക്ക് പൈസയായിട്ടും അല്ലാതെയൊക്കെ സഹായം ചെയ്തു കൊടുക്കും. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന് എന്നെ അനുഗ്രഹിച്ച അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. നീതു നിതിൻ ഇവിടെ തൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ, പുറപ്പാട് 19:8 കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്തു കൊള്ളാം എന്ന് പറയുന്ന ഉടമ്പടി ജനത അതുവരെയും തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾക്ക് പല കൃപകളും അനുഗ്രഹങ്ങളും ലഭിച്ച് മരുഭൂമിയിലൂടെയുള്ള യാത്രയിൽ പലതരത്തിലുള്ള തടസ്സങ്ങളുണ്ടാകുമ്പോഴും അവിടെയൊക്കെ അതെല്ലാം തരണം ചെയ്യുവാനായിട്ട് കൂടെ ഉണ്ടായിരുന്ന ദൈവ സാന്നിധ്യത്തെ മറന്നുപോയി. പിന്നീട് കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്തു കൊള്ളാമെന്ന് മോശയോട് ഏറ്റുപറയുന്ന ഉടമ്പടി ജനതയെ നമുക്ക് കാണുവാൻ കഴിയും. ഇസ്രായേൽ ജനത തൻ്റെ ജീവിതത്തിൽ, അതായത് ഇന്ന് നീതു നിതിനാണ്, തനിക്ക് ജീവിതത്തിൽ മാറ്റം വന്നു. താൻ വിശുദ്ധ കുർബാനയിലുള്ള പങ്കാളിത്തവും കൂദാശ ജീവിതവുമൊക്കെ എങ്ങനെയായിരുന്നുവെന്ന് ഇന്ന് ഈ മകളാണ് പറയുന്നതെങ്കിൽ, ഓരോ വ്യക്തികളും തങ്ങളെ തന്നെ പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും മുൻപിൽ വരച്ച് കാണിക്കുന്നുണ്ട്. താൻ ഇങ്ങനെയുള്ള വ്യക്തിയായിരുന്നു, എന്നാൽ ഉടമ്പടിയിലൂടെ എനിക്കിങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ എൻ്റെ ചിന്തയിൽ, അതുപോലെ പ്രവർത്തനങ്ങളിൽ ഒക്കെ മാറ്റം വന്നു എന്ന് ഓരോരുത്തരും ഇവിടെ പങ്കുവയ്ക്കുന്നുണ്ട്. നീതുവിൻ്റെ സാക്ഷ്യവും വേറിട്ട ഒന്നല്ല. താൻ പുറത്തേക്ക് പോകുവാൻ വേണ്ടി 6 വർഷമായിട്ട് പരിശ്രമിക്കുന്നു. ഏകദേശം 8 പ്രാവശ്യത്തോളം താൻ എക്സാം എഴുതി, ജർമ്മൻ എക്സാം. എന്നാൽ അതിനൊന്നും തനിക്ക് പാസ്സാകാൻ കഴിഞ്ഞില്ല. ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ പിന്നീട് വന്ന് കാണുന്നുണ്ട്. ഉടമ്പടിയൊക്കെ എടുത്ത് ഉടമ്പടി ജീവിതം നയിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ അച്ഛൻ്റെ ബ്ലെസ്സിങ് ഒക്കെ കിട്ടി. പിന്നീട് എങ്ങനെയാണ് ഈ ഉടമ്പടി നിബന്ധനകൾ പാലിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം, അത്
ഉടമ്പടി ഏറ്റവും കൂടുതൽ നമുക്ക് ഉടമ്പടി കൃപയാകുന്നത് ആ നിബന്ധനകൾ പാലിച്ചുള്ള ജീവിതം കൊണ്ട് മാത്രമാണ്. അതുപോലെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മ സമയഘടികാരവും നെഞ്ചിൽ ചാർത്തിയാണ് കൃപാസന അൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ സമയം, കാലം, ഇതിനൊക്കെ ദൈവപിതാവ് അമ്മയ്ക്ക് പ്രത്യേകം അധികാരം കൽപ്പിച്ചു നൽകി. അങ്ങനെ ഓരോ സാക്ഷ്യങ്ങളിലും ഓരോ അനുഭവങ്ങളിലും ഡേറ്റ്, സമയം, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതായിട്ട് ഇവിടുത്തെ പ്രത്യക്ഷീകരണത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. തനിക്കും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുമ്പോൾ തനിക്ക് അതേ അവസരത്തിൽ തന്നെ തനിക്ക് എങ്ങനെയാണ് തൻ്റെ ഓരോ കാര്യങ്ങളും ക്ലിയർ ആയത്. ഉടമ്പടി എടുത്തതിന് ശേഷം, എക്സാം പാസ്സായതിന് ശേഷം പിന്നീട് വളരെ സ്പീഡപ്പായിട്ടാണ് കാര്യങ്ങൾ പോയതെന്നാണ് നീതു പറയുക. ഇന്ന് തനിക്ക് പിന്നീട് താൻ ഇപ്പോഴിതിന് ഒത്തിരിയേറെ ലോണൊക്കെ എടുക്കേണ്ടി വന്നിട്ടുണ്ടോ? ലോൺ എടുക്കാൻ എനിക്ക് ആദ്യം എക്സാം എഴുതിയപ്പോഴൊക്കെ പൈസ കൊടുത്ത് പോകണമായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ ജർമ്മൻ പഠിക്കാൻ തുടങ്ങിയപ്പം എനിക്ക് ട്രിപ്പിൾ വിൻ വഴിയാണ് കിട്ടിയത്. ഞാൻ പേ ചെയ്യുന്ന പൈസയെല്ലാം എനിക്ക് റീഫണ്ട് കിട്ടും. യാതൊരു രീതിയിലുള്ള ചിലവുകളും ഇപ്പോൾ ഈ മകൾക്കില്ല. അതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും നല്ലത് തരാൻ വേണ്ടിയിട്ടാണ് ചിലപ്പോൾ ദീർഘസമയം നമ്മിൽ നിന്ന് ദൈവം ആവശ്യപ്പെടുന്നത്. അതോടുകൂടി നാം സ്റ്റേബിൾ ആകുകയും വേണം. ദൈവത്തിന് എനിക്ക് നിന്നെ നന്നായി അറിയാമെന്ന് മോശയോട് കർത്താവ് പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മെക്കുറിച്ചൊക്കെ അങ്ങനെ ഒരു വാക്ക് ദൈവം പറഞ്ഞാൽ പിന്നീട് നമുക്ക് നമ്മുടെ ജീവിതം തന്നെ ധന്യമാവുകയാണ്. അങ്ങനെ ഈ മകൾക്കും ഇന്നാണ് ഈ മകൾ മനസ്സിലാക്കുന്നത്. പുറകോട്ട് തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ പലപ്പോഴും പൈസ നഷ്ടമേ തനിക്ക് വന്നിട്ടുള്ളൂ. എന്നാൽ ഇപ്പോൾ തൻ്റെ ജീവിതത്തിൽ തനിക്ക് യാതൊരുവിധ പേയ്മെൻറ്റും, അതായത് പൈസയൊന്നും കൊടുത്തല്ല പോകുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് റീഫണ്ടബിളാണ്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതാണ് ദൈവം നമുക്ക് വേണ്ടിയിട്ട് കരുതി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഉടമ്പടിയിൽ ഏറ്റവും വിശ്വസ്തരായി തന്നെ മുമ്പോട്ട് പോകാമെന്ന് പ്രതിജ്ഞയെടുക്കാം. അങ്ങനെയുള്ളൊരു ജീവിതം നമുക്ക് നയിക്കാമെന്ന് ദൈവത്തിന് വാക്ക് കൊടുക്കാം. ഒന്നുകൂടി ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കാം. കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.